ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു കൃഷി വീഡിയോ തന്നെയാണ്. എൻ്റെ വീട്ടിലത്തെ പ്ലാന്റ്സ് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് ചൈനീസ് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ പ്ലാന്റാണ് കാണിക്കുന്നത്. പിന്നെ ചെറുനാരകത്തിൻ്റെ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യത്തെ ചൈനീസ് ഓറഞ്ച് അത് ഞാൻ മേടിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഞാൻ ആ പ്ലാന്റ് മേടിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നെ കവറിൽ നിന്ന് മാറ്റി മണ്ണിലേക്ക് വെച്ചത്. മണ്ണിലേക്ക് വെക്കുമ്പോൾ ഞാൻ അടിവളമായി എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ആട്ടിൻ കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് ജൈവവളം എല്ലാതും കൂടി മിക്സ് ചെയ്ത് അത് കുഴിയിലിട്ടിട്ടാണ് ഈ ചൈനീസ് ഓറഞ്ച് ഞാൻ വെച്ച് കൊടുത്തത്. അധികം വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ചെടിയാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. അന്ന് മേടിക്കുമ്പോൾ അതുമ്പോൾ ചെറിയൊരു ചൈനീസ് ഓറഞ്ചിൻ്റെ ഫ്രൂട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് പൂവിട്ട് അത് കൊഴിഞ്ഞു പോവും, അങ്ങനെയൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത്. കായൊന്നും പിന്നെ അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ നല്ല മഴ കിട്ടിയപ്പോൾ അത് ഇടയ്ക്ക് ഞാൻ നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുക്കാറുണ്ട്. ആ ഫെബ്രുവരി മാസത്തിലെ 4-5 ദിവസം നല്ലോണം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മഴവെള്ളം കിട്ടിയോട് കൂടിയിട്ട് പിന്നത്തെ വീക്കിൽ ഈ ചൈനീസ് ഓറഞ്ച് ഫുൾ പൂവിട്ടു, നല്ലോണം പൂവിട്ടു. അപ്പം അതുമ്പോൾ കുറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ട്, കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചെടി അങ്ങനെ വല്ലാണ്ട് വലിപ്പത്തിലൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നല്ല വെയിൽ കിട്ടണ സ്ഥലത്താണ് ഈ ചെടി കുഴിച്ചിട്ടിരിക്കുന്നത്. കാരണം അവർ മേടിക്കുമ്പോൾ തന്നെ നഴ്സറിക്കാർ പറഞ്ഞിരുന്നു ഈ ചെടി നല്ലോണം വെയിലുള്ളിടത്ത് കുഴിച്ചിട്ടാലാണ് പെട്ടെന്ന് ഫ്രൂട്ട്സ് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ചെടികൾ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ആട്ടിൻ കാഷ്ടവും നല്ലതാണ്. പിന്നെ വെണ്ണീർ, അതായത് ചാരം എന്ന് പറയും, നമ്മൾ കത്തിക്കണ ചാരം, ആ ചാരവും നല്ലതാണ്. അപ്പോൾ ഞാൻ അതും ചില സമയത്തൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ലെമൺ ജ്യൂസ് ഉണ്ടാക്കണ പോലെ തന്നെ ചൈനീസ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനും നല്ലൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്ലാന്റാണ് ചെറുനാരകവും ഞാൻ മണ്ണുത്തിയിലത്തെ ഒരു നഴ്സറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അതുമ്മേ ഒരു 5-8 കൊല്ലമായി, പക്ഷെ കായ്കളൊന്നും അധികം ഉണ്ടാവണില്ല. ഇടയ്ക്ക് ഒരു 3, 4, 5 കായ്കളാണ് എനിക്ക് കിട്ടാറുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത്. പിന്നെ ആവശ്യമുള്ളവർക്ക്, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ആവശ്യമുള്ളവർക്കും ഷെയർ ചെയ്യാൻ, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചെറുനാരകത്തിൻ്റെ തൈ വാങ്ങിക്കുമ്പോൾ 3 കൊല്ലം കഴിഞ്ഞാൽ കായ് ഉണ്ടാവും, അതായത് ചെറുനാരങ്ങ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഉണ്ടായി തുടങ്ങി. പക്ഷെ 3, 4, 5 എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാവുന്നത്. ചെടിക്ക് നല്ല വളർച്ചയുണ്ട്, പക്ഷേ ഫ്രൂട്ട് അധികം ഉണ്ടാവുന്നില്ല. ഈ പ്ലാന്റ് നാടൻ പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറ്റിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല പ്ലാന്റ് അല്ല ഇത്, ഈ കുരുമുളപ്പിച്ചുണ്ടാക്കുന്ന നാടൻ പ്ലാന്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. അടുത്തത് ഞാൻ വിളവെടുപ്പാണ് കാണിക്കുന്നത്. ഞാൻ സീതപ്പഴം എന്നൊക്കെ പറയും, ആത്തച്ചക്കയുടെ വേറൊരു വെറൈറ്റി. അതുമ്മേ ഞാൻ കോവലാണ് കയറ്റി കൊടുത്തിരിക്കുന്നത്. ഞാൻ പന്തലിട്ട് കോവൽ വളർത്തിയിട്ടില്ല. 2 സീതപ്പഴത്തിൻ്റെ മരങ്ങൾ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുത്ത് അതുമ്മേ കയറ്റി, അതുമ്മേ നല്ലോണം ഉണ്ടായി. ആ വിളവെടുപ്പാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ആ ചെടിയുമ്മ വളർന്നിട്ട് തന്നെ വീട്ടാവശ്യത്തിന് നല്ല രീതിയിൽ കോവയ്ക്ക കിട്ടുന്നുണ്ട്. പിന്നെ മീനിലിടാൻ കുറച്ച് ഇരുമ്പമ്പുളി പൊട്ടിച്ചതും പിന്നെ ചെറുനാരങ്ങ പൊട്ടിച്ചതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.